ലോകത്തിലെ പ്രശസ്തമായ പല പുസ്തകങ്ങളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ലോകത്തിൽ ഇതുവരെ ആർക്കും വായിക്കാൻ കഴിയാത്ത ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ആരാണ് എഴുതിയതെന്നോ ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഏതാണെന്നോ ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കോഡ് ബ്രേക്കർമാർ, അതിബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞർ, എന്തിന് നമ്മുടെ ആധുനിക AI ഉപയോഗിച്ച് പോലും ഈ പുസ്തകത്തിലെ രഹസ്യങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അൺസോൾഡ് മിസ്റ്ററി ആയ ദ വോയിനിച്ച് മാനുസ്ക്രിപ്റ്റിനെ പറ്റിയിട്ടാണ്. വെൽക്കം ബാക്ക് ടു അജയ് ഘോഷ് എക്സ്പ്ലെയിൻസ്. വർഷം 1912. ഇറ്റലിയിലെ ജെസ്യൂട്ട് കോളേജിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് അവരവരുടെ ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങൾ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വിൽഫ്രഡ് വോയിനിച്ച് എന്ന പുസ്തക വ്യാപാരി അവിടെ എത്തുകയും ലൈബ്രറിയിൽ പൊടിപിടിച്ച് കിടന്നിരുന്ന പുസ്തകങ്ങൾക്കിടയിൽ മൃഗത്തിൻ്റെ തോലുകൊണ്ടുണ്ടാക്കിയ ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ആ പുസ്തകത്തിൻ്റെ മെയിൻ പേജും മറ്റ് പേജുകളൊക്കെ പൂർണ്ണമായിട്ടും മൃഗത്തിൻ്റെ തോലിൽ നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം പേജുകൾ ഓരോന്നായിട്ട് മറച്ചു നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് വിചിത്രമായിട്ടുള്ള ചിത്രങ്ങൾ, അജ്ഞാതമായിട്ടുള്ള ലിപികൾ, ഗ്രാഫുകൾ, ഡയഗ്രാംസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അവർ ചോദിച്ച പൈസ കൊടുത്ത് തന്നെ വോയിനിച്ച് ഈ പുസ്തകം സ്വന്തമാക്കുകയാണ്. ഈ പുസ്തകം വാങ്ങുമ്പോൾ വോയിനിച്ചിൻ്റെ മനസ്സിൽ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ, ഈ ചരിത്ര പ്രാധാന്യമുള്ള പുസ്തകം പരിഭാഷപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ അത് തൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരമായി മാറുകയും അതുവഴി തനിക്ക് വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വോയിനിച്ച് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ വോയിനിച്ച് ഈ പുസ്തകം വിശദമായിട്ട് പരിശോധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അതിനകത്തുനിന്ന് ഒരു കത്ത് ലഭിച്ചു. ഈ കത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിന്റെ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള സൂചന ലഭിക്കുന്നത്. 1665 കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരു കത്തായിരുന്നു അത്. ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ജോഹാനസ് മാർക്കസ് മാർസി തന്റെ സുഹൃത്തായിരുന്ന അത്തനേഷ്യസ് കിർച്ചറിന് അയച്ചതായിരുന്നു ആ കത്ത്. ഈ കത്തിൽ പറഞ്ഞത് പ്രകാരം ഈ പുസ്തകം ആദ്യം ഉണ്ടായിരുന്നത് റോമൻ ചക്രവർത്തിയായിരുന്ന റുഡോൾഫ് രണ്ടാമന്റെ കൊട്ടാരത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം വർഷങ്ങളോളം ഈ പുസ്തകത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ ചക്രവർത്തിയിൽ നിന്നും ഈ പുസ്തകം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടറായിരുന്ന ജേക്കബിലേക്കും പിന്നീട് ജോഹാനസിലേക്കും എത്തുകയായിരുന്നു. അങ്ങനെ ജോഹാനസ് വർഷങ്ങളോളം ഈ പുസ്തകത്തിലെ രഹസ്യം കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ പുസ്തകം തന്റെ സുഹൃത്തായ അത്തനേഷ്യസ് കിർച്ചറിന് അദ്ദേഹം കൊടുക്കുന്നത്. അത്തനേഷ്യസ് കിർച്ചർ ഒരു ജെസൂട്ട് പുരോഹിതനായിരുന്നു. മാത്രമല്ല, നിഗൂഢമായ ലിപികൾ വായിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. അത്തനേഷ്യസ് കിർച്ചർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ പുസ്തകത്തെ കൈകാര്യം ചെയ്തത്. ഇതിലെ ലിപികളും ചിഹ്നങ്ങളും എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്ന പുരാതന ഭാഷകളുമായും ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സുമായിട്ടും ഒക്കെ ബന്ധിപ്പിച്ച് നോക്കി. പക്ഷെ ഒന്നും ശരിയായില്ല. ഈ പുസ്തകത്തിലെ രഹസ്യം ഡീകോഡ് ചെയ്യാനായിട്ട് അദ്ദേഹം വളരെ വലിയ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഒരു കാലഘട്ടത്തിന്റെ മഹാപണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന് ഈ പരാജയം താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ പുസ്തകം ജെസ്യൂട്ട് കോളേജിന്റെ ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും പിന്നീട് വർഷങ്ങളോളം അത് അവിടെ പൊടിപിടിച്ച് കിടക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് വിൽഫ്രഡ് വോയിനിച്ചിന് ഈ പുസ്തകം ലഭിക്കുന്നത്. വോയിനിച്ചിന് ഈ ബുക്ക് പരിഭാഷപ്പെടുത്തണമെങ്കിൽ ആദ്യം ഇതിലെ കണ്ടന്റ് എന്താണെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കോഡ് ബ്രേക്കർമാരുടെ അടുത്തും ഗവേഷകരുടെ അടുത്തൊക്കെ ഈ ബുക്ക് കൊണ്ടുചെല്ലുകയാണ്. അങ്ങനെ വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് എന്ന പേരിൽ ഈ ബുക്ക് ഫേമസ് ആയി. പക്ഷേ ഇതിലെ കണ്ടന്റ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ പരാജയമാണ് ഉണ്ടായത്. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതിൻ്റെ കാരണമായിട്ട് ഇവരെല്ലാം പറഞ്ഞത് ഇതൊരു കൃത്യമായിട്ടുള്ള ഭാഷയല്ല, ഇത് കൃത്യമായിട്ട് അർത്ഥമുള്ള വാക്കുകളൊന്നുമല്ല, അർത്ഥശൂന്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതിയും വരച്ചും വെച്ചിരിക്കുന്നതാണെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ 2009 അരിസോണ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഈ പുസ്തകത്തെ കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കി. ഇതിന്റെ ഫലം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഇത് പ്രകാരം ഈ പുസ്തകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 1404-നും 1438-നും ഇടയിലാണ്. അതായത് ലിയോണാർഡോ ഡാവിഞ്ചി ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ. പിന്നീട് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഉപയോഗിച്ച് ഈ പുസ്തകത്തിലെ വാക്കുകൾ പരിശോധിച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഓർഡർ കണ്ടെത്താൻ സാധിച്ചു. പ്രത്യേകിച്ച് സിബ്സ് നിയമം എന്നറിയപ്പെടുന്ന ഭാഷാപരമായ നിയമം ഈ പുസ്തകം കൃത്യമായി പാലിക്കുന്നുണ്ട്. അതായത് ലോകത്തിലെ ഏതൊരു സ്വാഭാവിക ഭാഷയിലും വാക്കുകൾ ആവർത്തിച്ചു വരുന്ന കൃത്യമായ ഒരു അനുപാതമുണ്ട്. വോയിനിച്ച് മാനുസ്ക്രിപ്റ്റിലും ഇതേ ക്രമം തന്നെയാണുള്ളത്. ഇതിൽ നിന്നും ഇത് വെറുതെ അർത്ഥമില്ലാതെ എഴുതിക്കൂട്ടിയതല്ല, മറിച്ച് അർത്ഥവത്തായ ഒരു ഭാഷ തന്നെയാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലാണ്.
272 പേജുകൾ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന ഈ ബുക്കിന് ഇപ്പോൾ കറൻ്റ്ലി 240 പേജുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ പകുതിയിലധികം പേജിൽ നിറഞ്ഞു നിൽക്കുന്നത് വ്യത്യസ്തമായ ചെടികളുടെ ചിത്രങ്ങളാണ്. ഏകദേശം 126 തരം സസ്യങ്ങളുടെ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ ഇതിലുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ നമ്മുടെ ഭൂമിയിലുള്ള സസ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നവയല്ല. ഈ പുസ്തകത്തിൻ്റെ ആസ്ട്രോണമിക്കൽ സെക്ഷനിൽ വൃത്താകൃതിയിലുള്ള ചാർട്ടുകളായിട്ടാണുള്ളത്. ഇവിടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒപ്പം നക്ഷത്ര സമൂഹങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ കാണിക്കുന്ന നക്ഷത്രങ്ങളൊന്നും തന്നെ നമ്മുടെ ആകാശത്തുള്ള നക്ഷത്രങ്ങളുമായിട്ട് യാതൊരുവിധ സാമ്യമുള്ളവയല്ല. കൂടാതെ സ്ത്രീകൾ വിചിത്രമായ ഒരു ദ്രാവകത്തിൽ കുളിക്കുന്നത് പോലെയുള്ള ചിത്രങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതെന്തെങ്കിലും തരത്തിലുള്ള രസതന്ത്ര പരീക്ഷണമോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ളതാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ പുസ്തകത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഗമാണ് ഇതിൻ്റെ കോസ്മോളജിക്കൽ സെക്ഷൻ. ഇവിടെയും വലിയ തരത്തിലുള്ള ഡയഗ്രങ്ങൾ കാണാൻ സാധിക്കും. കൂടാതെ അഗ്നിപർവ്വതങ്ങൾ, ദ്വീപുകൾ, കോട്ടകൾ എന്നിവയുടെ ചിത്രവും കാണാൻ സാധിക്കും. ഇത് പുരാതന കാലത്തെ ഏതെങ്കിലും ഒരു മാപ്പ് ആകാനാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഔഷധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണുള്ളത്. ഇതിന് മധ്യകാലഘട്ടത്തിലെ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുമായി സാമ്യമുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളടക്കം തികച്ചും വിചിത്രമാണ്. ചെടികളുടെ ഇലകൾ, വേരുകൾ, മരുന്നുകൾ എന്നിവ കാണാൻ സാധിക്കും. ഇത് ഏതെങ്കിലും മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാവാം എന്നാണ് കരുതപ്പെടുന്നത്. വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് ഒരുപക്ഷെ മനുഷ്യൻ്റെ അറിവിനും യുക്തിക്കും അപ്പുറമുള്ള ഒന്നായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ നിന്നും പൂർണ്ണമായും മാഞ്ഞുപോയ ഏതോ ഒരു സംസ്കാരത്തിൻ്റെ അവസാനത്തെ തെളിവായിരിക്കാം. എന്തായാലും ഭാവിയിൽ ഇനി വരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ഈ പുസ്തകത്തിൻ്റെ രഹസ്യം കണ്ടെത്താനാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.